മറ്റൊരു വാർത്തയുടെ വിവരങ്ങൾ കൂടി നമുക്ക് തരേണ്ടതുണ്ട്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാവർക്കർമാർ നടത്തുന്ന രാപ്പകൽ സമരം 13ാം ദിവസമാണ്. ആശാമാർക്ക് പിന്തുണയുമായി വിവിധ രാഷ്ട്രീയ പാർട്ടികളും രംഗത്തുണ്ട്. സർക്കാർ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നതുവരെ സമരം ചെയ്യുമെന്നാണ് ആശാവർക്കർമാർ പറഞ്ഞിരിക്കുന്നത്. വിനയ, ഈ ആശാവർക്കർമാരുടെ സമരം ഇതിങ്ങനെ നീണ്ടു പോവുകയാണ്. കാരണം ആദ്യഘട്ടത്തിലും അല്ലെങ്കിൽ ഇതിന്റെ പല ഘട്ടങ്ങളിലും മന്ത്രിമാരടക്കം, ആരോഗ്യവകുപ്പ് മന്ത്രിയാണെങ്കിലും അല്ലെങ്കിൽ ധനവകുപ്പ് മന്ത്രിയാണെങ്കിലും ഒക്കെ പറഞ്ഞ മറുപടി എന്ന് പറഞ്ഞാൽ കേരളമാണ് ഏറ്റവും അധികം ഓണറേറിയം നൽകുന്ന സംസ്ഥാനം എന്ന് പറയുന്നത്. ആ ഒരു മറുപടിയിൽ അതങ്ങ് ഒതുക്കി. പിന്നീട് വലിയ ചർച്ചയിലേക്കൊന്നും കടന്നിട്ടില്ല. ആദ്യഘട്ടത്തിലെ ചർച്ച പരാജയം എന്ന് വേണമെങ്കിൽ പറയാം. കൃത്യമായ ഒരു തീയതിയൊന്നും പറയാൻ സാധിച്ചില്ല ആരോഗ്യവകുപ്പ് മന്ത്രിക്ക്. കൊടുക്കും എന്നുള്ള തരത്തിലെ മറുപടി പറയാൻ ആരോഗ്യവകുപ്പ് മന്ത്രിക്കും സാധിച്ചിട്ടുള്ളൂ. പക്ഷേ ഇതൊരു രാഷ്ട്രീയ ആയുധമാണ് എന്നുള്ളൊരു കണ്ടെത്തൽ രാഷ്ട്രീയ പാർട്ടികൾക്ക്, പ്രതിപക്ഷ പാർട്ടികൾക്ക് വന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. കാരണം വിവിധ രാഷ്ട്രീയ പാർട്ടികളാണ് ഇവർക്ക് പിന്തുണയോ വന്നത്. കാരണം ഇത് എത്തരത്തിൽ വേണമെങ്കിലും ഒരു പ്രചരണ ആയുധമായി ഉപയോഗിക്കാൻ സാധിക്കും, അല്ലേ? തീർച്ചയായും ആശാവർക്കർമാരുടെ മഹാസംഗമത്തിന് ശേഷം തന്നെ വിവിധ രാഷ്ട്രീയ പാർട്ടികളാണ് ഇപ്പോൾ ആശാവർക്കർമാർക്ക് പിന്തുണയുമായി രംഗത്ത് വരുന്നത്. ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാവർക്കർമാർ നടത്തുന്ന സമരം ഇന്ന് 13ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. വിവിധ രാഷ്ട്രീയ പാർട്ടികളാണ് ഇതിനോടകം തന്നെ ഈ സമരമുഖത്ത് ഈ പിന്തുണയുമായി, ആശമാർക്ക് പിന്തുണയുമായി രംഗത്ത് വരുന്നത്. കഴിഞ്ഞ ദിവസം KPCC അധ്യക്ഷൻ കെ സുധാകരൻ അടക്കം തന്നെ ഈ സമരമുഖത്തെത്തി ആശാവർക്കർമാരെ കണ്ട് പിന്തുണ അറിയിക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. ഈ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നത് വരെ സമരവുമായി മുന്നോട്ട് പോകണം. കൂടാതെ തന്നെ ഈ സമരത്തിന് എല്ലാ പിന്തുണയും കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്, അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ട് എന്നായിരുന്നു അദ്ദേഹം ഈ സമരപന്തൽ സന്ദർശിച്ച ശേഷം പ്രധാനമായും വ്യക്തമാക്കിയ ഒരു കാര്യമെന്ന് പറയുന്നത്. കൂടാതെ തന്നെ വിവിധ രാഷ്ട്രീയ പാർട്ടികളാണെങ്കിലും ഈ സമരത്തിന് പിന്തുണയുമായി രംഗത്ത് വരുന്ന ഒരു സാഹചര്യമുണ്ട്. ആശാവർക്കർമാർക്ക് പിന്തുണയുമായി രംഗത്ത് വരുന്ന ഒരു സാഹചര്യമുണ്ട്. കഴിഞ്ഞ ദിവസം ആരോഗ്യമന്ത്രിയുടെ വസതിയിലേക്ക് മഹിളാ കോൺഗ്രസിന്റെ മാർച്ച് അടക്കമുണ്ടായിരുന്നു. കൂടാതെ പ്രധാനമായും ഈ ആശാപ്രവർത്തകർക്ക് വേണ്ടിയാണ് ഈ മഹിളാ കോൺഗ്രസ് ഈ ആരോഗ്യമന്ത്രിയുടെ വസതിയിലേക്ക് മാർച്ച് നടത്തിയിട്ടുണ്ടായിരുന്നത്. പോലീസ് 2 തവണ ജലപീരങ്കി ഉപയോഗിച്ച് തടയുന്ന സാഹചര്യം അടക്കമുണ്ടായിരുന്നു. ഇത്തരത്തിൽ ഈ വിഷയം പല പാർട്ടികളും ഏറ്റെടുത്തിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം ഈ ഒരു ആശാവർക്കർമാരുടെ സമരം 13ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ ഇതിനെതിരെ പിന്തുണയുമായി നിരവധി പേർ രംഗത്തെത്തുന്നു. കഴിഞ്ഞ ദിവസം ഈ ആശാവർക്കർമാരുടെ നേതൃത്വത്തിൽ മഹാസംഗമം സംഘടിപ്പിച്ചു. വർക്കർമാരാണ് തലസ്ഥാനത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. അത് വിപുലമായിട്ടുള്ള പരിപാടികളോടുകൂടി തന്നെയായിരുന്നു ഈ മഹാസംഗമം അടക്കം സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഈ മഹാസംഗമത്തിനു ശേഷമാണ് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ പിന്തുണയുമായി രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. കൂടാതെ തന്നെ കഴിഞ്ഞ ദിവസം CPI സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള ബിനോയ് വിശ്വം അടക്കം ഈ ആശാ വർക്കർമാർക്ക് പിന്തുണയുമായി രംഗത്ത് വന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. ഈ ആശാ വർക്കർമാരുടെ സമരം ന്യായമായിട്ടുള്ള സമരമാണ്. അതിന് അല്ലെങ്കിൽ ചർച്ച നടത്തേണ്ട ഒരു കാര്യം തന്നെയാണ്, ചർച്ച നടത്തി തീരുമാനിക്കേണ്ട ഒരു കാര്യം തന്നെയാണെന്നായിരുന്നു ബിനോയ് വിശ്വം അടക്കം വ്യക്തമാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത്. കൂടാതെ തന്നെ ഈ PSC ഉൾപ്പെടെയുള്ള PS ഉദ്യോഗസ്ഥർക്കടക്കം ശമ്പള വർധനവ് നൽകുന്നു, വാരിക്കോരി ശമ്പളം നൽകുന്നു. എന്നിരുന്നാൽ പോലും ഈ അല്ലെങ്കിൽ ആവശ്യമുള്ളവർക്ക്, ഈ ആശാ വർക്കർമാരെ സംബന്ധിച്ചാണെങ്കിൽ ആവശ്യമുള്ളവരാണ്, ഇവർക്ക് എന്തുകൊണ്ട് ശമ്പളം നൽകുന്നില്ല അല്ലെങ്കിൽ ഓണറേറിയം വർദ്ധിപ്പിക്കുന്നില്ല എന്നൊരു ചോദ്യം അടക്കം ഉണ്ട്. ഈ കഴിഞ്ഞ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഈ ആശാ വർക്കർമാർ സമരം പ്രഖ്യാപിച്ചത് മുതൽ തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുന്നു. മന്ത്രി വീണ ജോർജുമായി ചർച്ച നടത്തുന്നു. മന്ത്രി വീണ ജോർജുമായി ചർച്ച നടത്തുമ്പോൾ അത് ധനകാര്യ മന്ത്രിയാണ് തീരുമാനിക്കേണ്ടതെന്ന് പറയുന്നു. കൂടാതെ തന്നെ ഈ മഹാസംഗമത്തിന്റെ തലേ ദിവസം അല്ലെങ്കിൽ ഒരുപക്ഷെ ഇത്രയും വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമാകുമെന്ന് സർക്കാർ അടക്കം പ്രതീക്ഷിച്ചു കാണില്ല. തുടർന്ന് 2 മാസത്തെ വേതന കുടിശ്ശിക നൽകുന്നു. എന്നാൽ ഈ ആശാ വർക്കർമാർ പറയുന്നതനുസരിച്ചാണെങ്കിൽ ഈ വേതന കുടിശ്ശിക നൽകുക അല്ലെങ്കിൽ ക്ഷേമ പെൻഷൻ നൽകുക എന്നത് തങ്ങൾ ഉന്നയിച്ച ആവശ്യങ്ങളിൽ ഒന്ന് മാത്രമാണ്. മറ്റ് ആവശ്യങ്ങൾ കൂടിയുണ്ട്. ഈ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നത് വരെ ഈ സമരവുമായി മുന്നോട്ട് പോകുമെന്നൊരു നിലപാട് തന്നെയാണ് ആശാ വർക്കർമാർ പ്രധാനമായും സ്വീകരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രതിഷേധവുമായി തങ്ങൾ മുന്നോട്ട് പോകുമെന്നൊരു നിലപാട് തന്നെയാണ് ആശാ വർക്കർമാരുടെ ഭാഗത്തു നിന്നും ഉള്ളത്. പ്രധാനമായും ഈ വേതനം 7,000 രൂപയിൽ നിന്നും 21,000 രൂപയായി വർദ്ധിപ്പിക്കുക, ഓണറേറിയം വർദ്ധിപ്പിക്കുക, ഓണറേറിയത്തിന് ഏർപ്പെടുത്തിയ മാനദണ്ഡങ്ങൾ പിൻവലിക്കുക. കൂടാതെ
കൂടാതെ തന്നെ വിരമിക്കുമ്പോൾ 5 ലക്ഷം രൂപ അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ആശാ വർക്കർമാർ പ്രധാനമായും ഈ രാപ്പകൽ സമരം നടത്തിക്കൊണ്ടു പോകുന്നത്. പ്രധാനമായും ഇത് ഒരു രാഷ്ട്രീയ വിഷയമായി മാറ്റുവാനുള്ള അല്ലെങ്കിൽ കോൺഗ്രസ് ഒരു രാഷ്ട്രീയ വിഷയമായി മാറ്റിയിരിക്കുന്നുണ്ട് എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ദിനംപ്രതി ഓരോ കോൺഗ്രസ് നേതാക്കളും ഈ സമരത്തിന് പിന്തുണയുമായി രംഗത്ത് വരുന്നു. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രംഗത്ത് വരുന്നു, രമേശ് ചെന്നിത്തല രംഗത്ത് വരുന്നു, കൂടാതെ KPCC അധ്യക്ഷൻ രംഗത്ത് വരുന്നു, PC വിഷ്ണുനാഥ്. ഇത്തരത്തിൽ ഈ കോൺഗ്രസ് അടക്കം ഇതൊരു രാഷ്ട്രീയ ആയുധമാക്കി മാറ്റുക എന്ന് വേണമെങ്കിലും പറയാൻ സാധിക്കും. സർക്കാരിനെ സംബന്ധിച്ചാണെങ്കിൽ ഇത് വലിയ രീതിയിലുള്ള സമ്മർദ്ദത്തിനാണ് കാരണമാക്കിയിരിക്കുന്നത്. ഈ പ്രതിഷേധം കനക്കുകയാണ്. വിവിധ രാഷ്ട്രീയ പാർട്ടികൾ രംഗത്ത് വരുന്നു. ഈ ആശാ വർക്കർമാർക്ക് പിന്തുണയുമായി വിവിധ രാഷ്ട്രീയ പാർട്ടികൾ രംഗത്ത് വരുമ്പോൾ അത് ഈ സർക്കാരിനെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള ഒരു പ്രതിരോധം അല്ലെങ്കിൽ പ്രതിരോധം തന്നെയാണ് സൃഷ്ടിക്കുന്നത് എന്ന് വേണം പറയാൻ. കൂടാതെ തന്നെ ഈ ബിനോയ് വിശ്വമടക്കം ഇത് രംഗത്ത് വരുമ്പോൾ അല്ലെങ്കിൽ ആശമാരെ പിന്തുണച്ച് രംഗത്ത് വരുമ്പോൾ അത് സർക്കാരിനെ സംബന്ധിച്ചാണെങ്കിലും വലിയ രീതിയിലുള്ള ദോഷം അല്ലെങ്കിൽ സർക്കാരിനെ സംബന്ധിച്ചാണെങ്കിൽ അത് വലിയ രീതിയിൽ സമ്മർദ്ദം ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഈ വിവിധ അല്ലെങ്കിൽ ഇനിയും വീണ ജോർജിന്റെ വസതിയിലേക്ക് നേരത്തെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവിധ ചർച്ചകൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യം അടക്കമുണ്ടായിരുന്നു. ഈ ആശാ വർക്കർമാർ വീണ ജോർജിനെ സന്ദർശിക്കാൻ പോയപ്പോൾ സന്ദർശിക്കാൻ അനുവദിച്ചില്ല തുടങ്ങിയ വാർത്തകൾ അടക്കം തന്നെ വന്നിരുന്നു. എന്നാൽ അതിനെതിരെ പ്രതികരണമായി മന്ത്രി വീണ ജോർജും രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. തന്നെ കാണാൻ ആരും വന്നിട്ടില്ല. നിയമസഭയ്ക്ക് മുന്നിലെത്തിയപ്പോൾ അല്ലെങ്കിൽ നിയമസഭയ്ക്ക് മുന്നിൽ നിന്ന് ഈ ആശാ വർക്കർമാരെ കണ്ടിരുന്നു, തനിക്ക് നിവേദനം നൽകിയിരുന്നു. കൂടാതെ ഇതിനോടനുബന്ധിച്ച് അല്ലെങ്കിൽ തന്റെ വസതിയിലേക്ക് ആരും വന്നിട്ടില്ല തുടങ്ങിയ കാര്യങ്ങളടക്കം തന്നെ വീണ ജോർജ് വ്യക്തമാക്കുന്ന ഒരു സാഹചര്യം അടക്കമുണ്ടായിരുന്നു. പ്രധാനമായും വീണ ജോർജിന്റെ ഭാഗത്ത് നിന്ന് വരുന്ന ഒരു വിശദീകരണം എന്ന് പറയുന്നത് ഈ ഇന്ത്യയിലുള്ള അല്ലെങ്കിൽ ഈ രാജ്യത്തുള്ള ഏറ്റവും കൂടുതൽ ഓണറേറിയം ഈ ആശമാർക്ക് നൽകുന്നത് കേരളത്തിലാണ് എന്നാണ് ഈ വീണ ജോർജ് അടക്കം വ്യക്തമാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. എന്നാൽ ഈ ആശമാരെ സംബന്ധിച്ചാണെങ്കിൽ ഈ ഓണറേറിയം അല്ലെങ്കിൽ ക്ഷേമ പെൻഷൻ നൽകുക അല്ലെങ്കിൽ ക്ഷേമ പെൻഷൻ നൽകിയത് ഒരു കാര്യം മാത്രമാണ്. മറ്റു കാര്യങ്ങൾ പലതുണ്ട്. ഈ അവകാശങ്ങൾക്ക് വേണ്ടിയാണ് തങ്ങളുടെ ഈ അവകാശങ്ങൾക്ക് വേണ്ടിയാണ് ഈ സമരം നടത്തുന്നത്. ഈ സമരമായി മുന്നോട്ട് പോകുമെന്നൊരു നിലപാട് തന്നെയാണ് ആശാ വർക്കർമാർക്കുള്ളത്. കാളിദാസ്, പിന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ അവിടെ ആ സമര മുഖത്തുള്ള ഒരു ചേച്ചിയോട് ഇതേപോലെ ചോദിച്ച സമയത്ത് ആ ചേച്ചി പറഞ്ഞിരുന്നു, അല്ലെങ്കിൽ ആ ചേച്ചി ആ ചേച്ചിയുടെ വീട്ടിലെ അവസ്ഥയാണ് പ്രധാനമായും പറഞ്ഞത്. കാരണം രാവിലെ ഈ ജോലിക്കായി പോകുന്നു, വൈകുന്നേരം ആകുമ്പോൾ തിരിച്ചെത്തുമ്പോൾ കയ്യിലൊന്നുമില്ല. വീട്ടിലെ ഭർത്താവ് അടക്കം ചോദിക്കുന്നു, നീ പിന്നെ എന്തിനു വേണ്ടിയാണ് ഇപ്പോൾ ഇത്രയും കഷ്ടപ്പെട്ട് ഈ രാവിലെ ഈ ജോലിക്ക് പോയത് എന്നുള്ളത്. കാരണം ഒരു ദിവസത്തെ വേതനം പോലും കൃത്യമായി കിട്ടുന്നില്ല. ആ വേതനങ്ങളൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ ഒരു സമരം തന്നെ വന്നിരിക്കുന്നത്. ഇപ്പോൾ പ്രതിപക്ഷ പാർട്ടികളടക്കം ഇവർക്ക് പിന്തുണയുമായി രംഗത്ത് വന്നപ്പോൾ എനിക്ക് തോന്നുന്നില്ല ഇതൊരു കുത്തിരിപ്പ് സമരം, സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഒരു കുത്തിരിപ്പ് സമരമായി മാത്രം ഇത് മുന്നോട്ട് പോകുമെന്നുള്ളത്. പ്രതിപക്ഷത്തിന്റെ പിന്തുണയോടുകൂടി അല്ലെങ്കിൽ പ്രതിപക്ഷ പാർട്ടികളുടെ പിന്തുണയോടുകൂടി ഈ സമരം കടുപ്പിക്കാനും സാധ്യതയുണ്ട്. തീർച്ചയായും കാളിദാസ്, എന്തായാലും പ്രതിപക്ഷം ഈ സമരം ഏറ്റെടുത്തതോടുകൂടി തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ വരും ദിവസങ്ങളിൽ കാണാൻ സാധിക്കും എന്ന് വേണം മനസ്സിലാക്കാൻ. ഇന്ന് രമേശ് ചെന്നിത്തല അടക്കം ഈ സമരപ്പന്തൽ സന്ദർശിക്കുന്നുണ്ട്. ഈ പിന്തുണയുമായി ആശാ വർക്കർമാർക്ക് പിന്തുണയുമായി സമരപ്പന്തൽ സന്ദർശിക്കുന്നുണ്ട് എന്ന് വേണം മനസ്സിലാക്കാനും. ഇത്തരത്തിൽ എന്തായാലും ഈ പ്രതിഷേധം കടുപ്പിക്കാൻ തന്നെയാണ് ഈ ആശമാർ തീരുമാനിച്ചിരിക്കുന്നത്. അവിടെ ഇരിക്കുന്ന പല ചേച്ചിമാർ അല്ലെങ്കിൽ പല ആളുകളാണെങ്കിൽ കൂടി വീട്ടിൽ വലിയ രീതിയിൽ കഷ്ടപ്പാട് അനുഭവിക്കുന്ന ഓരോ ആളുകളുമാണ്. ഈ ക്യാൻസർ പേഷ്യന്റ് അടക്കം വരെയുള്ളവർ ഈ സമരപ്പന്തലിലുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. അത് തന്നെയാണ് അല്ലെങ്കിൽ ഈ തങ്ങളുടെ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സമരം തന്നെയാണ്. അനാവശ്യമായിട്ടുള്ള സമരമല്ല, ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സമരമാണ് നടത്തുന്നതെന്നായിരുന്നു ഈ ആശാ വർക്കർമാരടക്കം വ്യക്തമാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത്. അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം ഈ തുടക്കം മുതൽ തന്നെ ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ നടത്തുന്നു. ആദ്യത്തെ ഒരാഴ്ചത്തോളം തന്നെ സംസ്ഥാന സർക്കാർ അടക്കം ഇത് കണ്ടില്ല എന്ന് നടിക്കുന്നു. ഈ സമരങ്ങൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം നടത്തുമ്പോഴും അത് കണ്ടില്ല എന്ന് നടിക്കുന്നു. പല ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. ഈ ധനമന്ത്രി അടക്കം തന്നെ ഇവരെ ഇളക്കി വിട്ടതാണ് എന്ന തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. കൂടാതെ തന്നെ അവിടെ സമരമുഖത്തിരിക്കുന്നവർ ആശാ വർക്കർമാരല്ല, പുറത്തു നിന്നിറക്കിയ ആളുകളാണ് എന്ന തരത്തിലുള്ള വാർത്തകൾ വരുന്നു. ഇതെല്ലാം തന്നെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ ദിവസം അവരോട് സംസാരിച്ചപ്പോഴടക്കം വ്യക്തമാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത്
ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സമരത്താണ്, അല്ലെങ്കിൽ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ സമരം നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പുറത്തു നിന്ന് ആളുകൾ ഇറക്കേണ്ട ആവശ്യമില്ല. സംശയമുള്ളവർ തങ്ങളെ വന്ന് പരിശോധിക്കാമെന്നായിരുന്നു ഈ ആശാ വർക്കർമാരടക്കം വ്യക്തമാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത്. അത് തന്നെയാണ് ഇവർ ഉറച്ച ഒരു നിലപാടിൽ തന്നെയാണ് ഈ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നത് വരെ, അല്ലെങ്കിൽ ആവശ്യങ്ങൾ സംസ്ഥാന സർക്കാർ അംഗീകരിക്കുന്നത് വരെ ഈ സമരവുമായി മുന്നോട്ട് പോകുമെന്ന ഒരു തീരുമാനത്തിൽ തന്നെയാണ് ആശാ വർക്കർമാരുള്ളത്. ഒരുപക്ഷെ ഈ മഹാസംഗമത്തിന് ശേഷമാണ് മറ്റു പ്രതിപക്ഷ പാർട്ടികളടക്കം ഈ സമരത്തിന് പിന്തുണയുമായി രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. ഈ വി.ഡി. സതീശനടക്കം തന്നെ, പ്രതിപക്ഷ നേതാവായിട്ടുള്ള വി.ഡി. സതീശനടക്കം തന്നെ വ്യക്തമാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് നിങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സമരമാണ്. അതുകൊണ്ട് തന്നെ തങ്ങളുടെ പിന്തുണ എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടാകും എന്നൊരു കാര്യവും ഈ പ്രതിപക്ഷം ഉന്നയിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും ഈ ആശാ വർക്കർമാരുടെ സമരം കടുപ്പിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. കാളിദാസ്. ശരി വിനയ, എന്തായാലും ആശാ വർക്കർമാരുടെ സമരത്തിന് മൂർച്ച കൂടും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പ്രതിപക്ഷമടക്കം അവർക്ക് പിന്തുണയായി രംഗത്ത് വന്നിട്ടുണ്ട്. സർക്കാർ എന്ത് തീരുമാനമെടുക്കും, സർക്കാർ ആവശ്യങ്ങൾ തങ്ങൾക്കുതകുന്ന രീതിയിൽ അംഗീകരിക്കുന്നത് വരെ സമരം തുടരുമെന്നാണ് ആശാ വർക്കർമാർ പറഞ്ഞിരിക്കുന്നത്. ഏറ്റവും പ്രധാനമായും വീണ്ടും വീണ്ടും പറയുന്ന കാര്യമാണ്, പ്രധാനമായും സർക്കാർ അടക്കം ഒന്ന് ആലോചിച്ച് നോക്കുന്നത് വളരെ നല്ലതാണ്. കാരണം കൊറോണ പോലെയുള്ള ഒരു കാലഘട്ടത്തെ കേരളത്തിലെ ജനങ്ങൾ അതിജീവിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിജീവിച്ചു, വളരെ മികച്ച രീതിയിൽ അതിജീവിച്ചു എന്ന് സർക്കാർ ഇപ്പോഴും പറയുന്നുണ്ടെങ്കിൽ, ഏറ്റവും പ്രധാനമായും കണക്കാക്കുക അതിനടിത്തറ പാകിയ ഒരു സമൂഹം കൂടിയാണ് ഈ ആശാ വർക്കർമാർ എന്ന് പറയുന്നത്. ഒഴിവാക്കാതിരിക്കുക, അവരെ ഇനിയും പിന്തുണയ്ക്കുക, അവർക്ക് കൃത്യമായ വേതനം നൽകുക. അങ്ങനെ തന്നെ ഈ ഒരു കേരളത്തിൻ്റെ, അല്ലെങ്കിൽ ഇപ്പോൾ അവകാശപ്പെടുന്ന, ഇപ്പോൾ പറയപ്പെടുന്ന, സർക്കാർ അടക്കം അഭിമാനിക്കുന്ന കേരളത്തിൻ്റെ ഈ വളർച്ച ഇനിയും തുടരാൻ സാധിക്കൂ. കാരണം ഇതാണ് അടിത്തറ ഇളകിയാൽ അതെല്ലാം തകർന്നു വീഴുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും. ആശാ വർക്കർമാർ അവരുടെ ജോലികൾ അവസാനിപ്പിച്ചാൽ അവിടെ നിൽക്കും പല കാര്യങ്ങളും, കേരളത്തിൻ്റെ പല സ്ഥിതികളും. പ്രധാനമായും അത് മനസ്സിലാക്കുക. വിനയരാജാണ് വിവരങ്ങൾ നൽകിയത്. നമുക്കൊരു ഇടവേളയ്ക്ക് ശേഷം പെട്ടെന്ന് തിരിച്ചെത്താം. കേരള വിഷൻ ന്യൂസിന്റെ തത്സമയ വാർത്തകൾ നിങ്ങൾക്ക് ഇതോടൊപ്പം ഞങ്ങളുടെ യൂട്യൂബ് അടക്കമുള്ള സാമൂഹ്യ മാധ്യമങ്ങളിലും തത്സമയം കാണാം.